വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി നോക്കിയാലോ. ചോറിനും അതേപോലെ തന്നെ ചപ്പാത്തിക്കും ഒരുപോലെ കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് കോക്കനട്ട് യൂസ് ചെയ്യുന്നില്ല, തേങ്ങ യൂസ് ചെയ്യുന്നില്ല. പൊതുവെ തേങ്ങ യൂസ് ചെയ്യുമ്പോഴാണല്ലോ കുറച്ച് തിക്കായിട്ട് കിട്ടും. അത് തേങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ തിക്കായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. പാൻ ചൂടാകുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു കൈ നിറയെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. കറികൾക്കെല്ലാം ലാസ്റ്റ് വെളുത്തുള്ളി വഴറ്റി ചേർക്കാറുണ്ട്. അതുപോലെയല്ല, ഇതൊന്ന് വഴണ്ട് വരാനേ പാടുള്ളൂ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. 1 കിലോ ചിക്കൻ്റെ അളവിനുള്ള മസാലക്കൂട്ടാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്നത് വരെ നന്നായി യോജിപ്പിക്കണം. അവിടെ ഇവിടെയും മസാല എത്താണ്ടെന്നാൽ പച്ച ചൊയ്യ ഉണ്ടാവും, അതുണ്ടാവരുത്. നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊരു ഫ്രൈ രൂപത്തിലാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ ഒരു ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി യോജിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പെത്തുന്നത് വരെ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി ഫ്രൈ ചെയ്യുമ്പം ചിക്കൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് നമുക്ക് മറ്റ് കുക്കർ എടുത്തിട്ട് നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് കുക്കറിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു കൈ നിറയെ കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 മീഡിയം സൈസിലെ ഉള്ളി, 1 കിലോ ചിക്കന് അളവാന്ന് പറയുന്നത്, ഒരു 4 മീഡിയം സൈസിലെ ഉള്ളി നന്നായി നേർത്ത രീതിയിൽ അരിഞ്ഞെടുക്കും. അധികം തിക്നെസ്സോടുകൂടി നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ വഴറ്റുന്ന സമയത്ത് അത് വഴണ്ട് കിട്ടില്ല. നമ്മൾ ചിക്കൻ കറി ആക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ വേറെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് നേർത്ത രീതിയിൽ മുറിച്ചെടുക്കുക. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മതിയാവില്ല എന്തായാലും. അപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതും മതിയാവില്ല. അപ്പം ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരിമാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടാം. മസാലയുടെ ടേസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടമല്ലാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എരിവിനായിട്ട് നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പം ഒരു 2-3 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കളർ കിട്ടിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കുക. അതാവുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ആവാൻ വെച്ച ചിക്കൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാവുന്ന സമയത്തേക്ക് നമുക്കത് മതിയാക്കി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 3/4% മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെന്തിട്ടുള്ളത്. അപ്പം ബാക്കിയും കൂടി വേവിക്കാനായിട്ട് നമ്മൾ ആ മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിൽ തന്നെ മൂടി അടച്ച് വെക്കാതെ, അതായത് വിസിലിടാതെ കുറച്ച് സമയം കൂടി വേവിക്കണം. അപ്പം അതിന് മുന്നേ ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മസാല നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ഉള്ളിയും മസാലകളും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ തക്കാളി വഴറ്റുന്നില്ല. തക്കാളി വഴറ്റാതെ നമ്മൾ എണ്ണയിൽ വഴറ്റാതെ ലാസ്റ്റ് ആകുമ്പോൾ ആണ് നമ്മളിത് ചേർക്കുന്നത്. ഇതുപോലെ ഒരു 3-4 തക്കാളി, പുളിയുള്ളതാണെങ്കിൽ 2 മതിയാവും. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 4 തക്കാളി ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി കുറച്ച് കൂടുതലായാലാണ് ടേസ്റ്റ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ്, പക്ഷേ അത് മതിയാവില്ല. ബാക്കിയുള്ള അളവിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ടേസ്റ്റ് എക്സ്ട്രാ ഫ്ലേവർ ഇരുന്നോട്ടെ എന്ന രീതിയിൽ ഞാൻ മല്ലിച്ചപ്പും കൂടി ഇട്ട് വിസിലിടാതെ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചു. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ മിക്സീൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം വെള്ളം ഇതിനാവശ്യമില്ല, ഗ്രേവി അധികമുള്ള ഒരു കറിയല്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ.